ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഇന്ന് നാരങ്ങ ചെറുനാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ. നാം ചെറുനാരങ്ങ പിഴിഞ്ഞ് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊണ്ട് മുഴുവൻ കളയുകയാണ് പതിവ്. നമുക്കത് ദിവസവും എടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. വെക്കുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ഉപ്പിട്ട് സൂക്ഷിച്ച് വെക്കണം. അത് ഒരു കുപ്പി നിറയെ അച്ചാറാക്കാൻ പാകമായി കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്ത് ഭംഗിയായി അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. അത് ഒരു ചട്ടി എടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത്, അതിനുശേഷം റെഡ് ചില്ലി, നല്ല കളറിന് വേണ്ടി നമുക്ക് ചുവന്ന മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റി, പച്ചമണം പോകുന്നവരെ വഴറ്റി ചെറുതീയിൽ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നാരങ്ങത്തൊണ്ട് അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായി അത് വേവിച്ചെടുക്കുന്നു. അതിൻ്റെ തൊലി വേവിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ കയ്പ്പ് ഇറങ്ങും, പക്ഷേ അത് പ്രശ്നമല്ല. അതിനുശേഷം നമുക്കത് വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് കഷ്ണം, ഒരു ചെറിയ കഷ്ണം വെള്ളം ചേർത്ത് നന്നായി അതിനോട് യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി, 1-2 സ്പൂണ് വിനാഗിരി ചേർത്ത് ഒന്നുകൂടി ചേർത്തിളക്കി നന്നായി വഴറ്റിയെടുക്കണം. അവസാനമായി നാം അതിലേക്ക് 1 സ്പൂൺ നിറയെ ഉലുവാപ്പൊടി കൂടി ഇടണം. അതിനുശേഷം നന്നായി വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് നല്ല ഒരു കടുക് വറുത്തിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അത് നല്ല നാരങ്ങ നിറച്ച അതേ ടേസ്റ്റിൽ, ചെറുനാരങ്ങ നിറച്ച അതേ ടേസ്റ്റിൽ നമുക്ക് ഈ നാരങ്ങ അച്ചാർ ലഭിക്കുന്നതാണ്. ശേഷം ഇത് തയ്യാറാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത ശേഷം നമുക്കതിൻ്റെ പാകവും പഥ്യവും നോക്കി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. അത് തണിഞ്ഞ ശേഷം ഒരു കുപ്പിയിലാക്കിയ ശേഷം നമുക്ക് അത് നന്നായി ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും രുചികരമാണ്. ചെറുനാരങ്ങയുടെ അതേ രുചിയും അതേ മണവും ഒക്കെ നമുക്ക് ലഭിക്കും. അത് നമുക്ക് ഊണിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.